അങ്ങനെ കഴിഞ്ഞ ഓണത്തോടുകൂടി എൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് പറയാം. അതെ, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. പെട്ടെന്നായിരുന്നു ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞ കണക്ക് തന്നെ പെട്ടെന്ന് പെണ്ണ് കാണില്ല. പിന്നെ എൻ്റെ കല്യാണം ഉറപ്പിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, അതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ പ്ലാനിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. അവർ എന്ത് ഡ്രസ്സ് ചെയ്യണം, അവർ എന്ത് രീതിയിൽ ഡാൻസ് കളിക്കണം, എന്ത് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെയായിരിക്കണം, അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ പ്ലാനിങ്. പെട്ടെന്ന് കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ ടൈമിങ് ആയല്ലോ എന്ന് തന്നെ പിന്നെ പുടവ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ റിക്വസ്റ്റ് പ്രകാരം MFT എന്നാണ് കേട്ടോ സാരി എടുത്തത് പുടവ. അപ്പോൾ പുടവ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണെന്ന് തന്നെയാണ് എനിക്കപ്പം മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ ചെല്ലുമ്പോഴത്തേക്കും കുറേ ഡ്രസ്സുകൾ കാണും. അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുത്തത് ഈ ഡ്രസ്സായിരുന്നു. ഇത് കണ്ടപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് ഇതെന്താ ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്, എനിക്കിതൊട്ടും ചേരില്ല, ഇതാണോ നീ എടുത്തത്, അങ്ങനെയൊക്കെയായിരുന്നു ചോദിച്ചത്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരു 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 വയലറ്റ് ഷെയ്ഡാണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്ത് എടുത്തത്. പക്ഷേ അത് നോക്കി ഫോക്കസ് ചെയ്ത് എടുത്തത് വയലറ്റ് ആണെങ്കിലും പക്ഷേ എനിക്ക് കിട്ടിയത് ഈ ഡ്രസ്സാണ്. എന്തോ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സ് മാറി. ഈ കാണുന്നത് എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞാണ് കേട്ടോ. രണ്ടുപേരും അവരുടേതായ രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ അവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും. പിന്നെ പെട്ടെന്ന് പാക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടേതായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. കാരണം എന്നെക്കാട്ടിലും ഭയങ്കര പ്ലാനിങ് അവർക്കായിരുന്നു. പിന്നെ ഈ കാണുന്ന അനുചേച്ചിയുടെ വക ഫസ്റ്റ് ഗിഫ്റ്റ്, എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് അനുചേച്ചിയാണ് തന്നതെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ വലിയ പ്രത്യേകതയാണ്. ആൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ആൾ വന്ന ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കണം, അങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ. പുടവയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഡ്രസ്സ് 5 മിനിറ്റിന് ശേഷം ദാ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവൾ ഇങ്ങനത്തെ ഉള്ള ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇട്ട് അത് പിന്നീട് നമ്മൾ തന്നെ വീണ്ടും കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് കല്യാണം ഉറപ്പിച്ചപ്പോൾ തൊട്ട് തന്നെ അവൾ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. ഇതെല്ലാം കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റിയിട്ടുമില്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ജോജിക്കുട്ടനാണ്. ഞാൻ പെട്ടി പാക്ക് ചെയ്യുമ്പം എൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ കുപ്പികളൊക്കെ പറക്കിയുള്ള കളിയാണ് നടക്കുന്നത് ഇവിടെ. പിന്നെ നമ്മുടെ ഗീതുവാണ് കേട്ടോ. ഈ ഗീതു, ജോജി, ശ്രീലക്ഷ്മി അങ്ങനെയൊക്കെ കുറേ പേര് കൂടിയിട്ടാണ് എൻ്റെ പരിപാടികൾ ഗംഭീരമാക്കുന്നത്. ഇത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ആളും കൂടെ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ഞാൻ മുമ്പേ തന്നെ പറഞ്ഞില്ലേ, ശ്രീലക്ഷ്മി ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി മലയാളം പഠിച്ച ആളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന അതിനിടയ്ക്ക് ഞങ്ങളുടെ കോളേജ് ഡേ ഉണ്ടായിരുന്നു. ആ കോളേജ് ഡേയുടെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഡാൻസ് കോമ്പറ്റീഷന് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോളേജ് ഡേക്കാണ് നമ്മുടെ ഈ ഇതിന് മുമ്പ് നടത്തിയ പ്രോഗ്രാംസിൻ്റെയൊക്കെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാതെ എനിക്കും കിട്ടി ഡാൻസിന് ഫസ്റ്റ് പ്രൈസ്. നമ്മുടെ ടീമിനാണ് കേട്ടോ, ഞാൻ ഉൾപ്പെടെയുള്ള ടീംസിന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ബാച്ചിലർ പാർട്ടി എൻജോയ് ചെയ്തത് ഈ സമയത്താണെന്ന് പറയാം. കോളേജ് ഡേയും കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസും ഗിഫ്റ്റ് കിട്ടിയതിൻ്റെയൊക്കെ കൂടെ സന്തോഷം ഞാൻ അടിച്ച് തകർത്തു എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഈ കാണുന്നതാണ് എൻ്റെ ബാച്ചിലർ പാർട്ടി എൻജോയ്മെൻറ്റ്സ്. അതായത് കോളേജ് ഡേയിൽ ഡാൻസ് കളിച്ചതാണ്, പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ അതും ഇതും എല്ലാം കൂടെ കൂടി ചേർത്ത എൻജോയ്മെൻറ്റ്സ് ആയിരുന്നു എന്ന് പറയാം. ഇതിന് ശേഷമാണ് ഞാനിന്ന് നാട്ടിലേക്ക് പോകുന്നത്. അതായത് കല്യാണത്തിന് കൃത്യം ഒരു 5-6 ദിവസത്തിന് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ്. അങ്ങനെ എൻ്റെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. കാണുമ്പോൾ ഈ ഒരു ട്രാവലർ ബാഗേ ഉള്ളൂന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ വലിയൊരു ട്രോളിയും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് പോലും വെക്കാൻ പറ്റാത്തൊരു ട്രോളി എങ്ങനെയാണ് നാട്ടിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. നമ്മുടെ തുമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അവിടെ കുത്തിയിരുന്ന് ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ ട്രെയിനും എണ്ണി ഇരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം അങ്ങനെ പെട്ടെന്ന് ഞാൻ എൻ്റെ സീറ്റിലേക്ക് കയറിയിരുന്നു. ട്രെയിൻ വന്നപ്പോഴത്തേക്കും ട്രെയിനിലിരുന്നു പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തി. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ രാത്രിയിൽ പേടിയൊക്കെ വരാറുണ്ടോ ട്രെയിനിലിങ്ങനെ ഇരിക്കുമ്പോൾ AC-യിൽ? അതെനിക്ക് എന്തോ അന്ന് ഇങ്ങനെ ചെറുതായിട്ട് തോന്നിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, മാനേജ് ചെയ്തു. അതിനുശേഷം ഞാനിങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ചായ കുടി തുടങ്ങി. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ചായ അത് നിർബന്ധമാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, അതെൻ്റെ ഒരു ഹോബിയാണെന്ന് തന്നെ പറയാം. ചായ കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ചായക്ക് നല്ല ടേസ്റ്റ്. പിന്നീട് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ എൻ്റെ ട്രോളി കൂട്ടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. കാരണം അമ്മ അനിയനാണ് എന്നെ വിളിക്കാൻ വരുന്നത്. അവർ വരാൻ കുറച്ച് ലേറ്റാവും. അങ്ങനെ ഞാൻ റോഡിലിറങ്ങി അവരെ നോക്കി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കാണുന്നത് രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ അനിയൻ്റെ ഫോട്ടോ സെക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ആൾ പറയുന്നത് ഇതാണ് എനിക്ക് ആൾ കല്യാണത്തിന് തരുന്ന എൻ്റെ സ്ത്രീധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ കളിയാക്കിയതാണ്. പിന്നെ ഞാനും അമ്മയും അനിയനും കൂടി ദേ പാല് കൊടുക്കാൻ പോയതാണ് ഓരോ വീട്ടിൽ. അതിൻ്റെ പരിപാടിയാണ് ഈ കാണുന്നത്. ആക്ച്വലി ഞാൻ പോകേണ്ട ആവശ്യമില്ല, പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ നാടൊക്കെ കറങ്ങി കാണാൻ തോന്നിയപ്പോഴത്തേക്കും ഞാനും അവൻ്റെ കൂടെ പോയി. പിന്നെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാനും അനിയനും കൂടി. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനിയൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ എന്ന് പറയണേ. നിങ്ങളുടെ അനിയന്മാരുടെ കൂടെയും നിങ്ങളുടെ ചേട്ടന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് എത്രമാത്രം ഇഷ്ടമാണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ കുറേ കറങ്ങി.
പിന്നെ അതിന് ശേഷം എൻ്റെ കല്യാണത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടുതൽ നന്നായിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് വന്നതിന് ശേഷമാണ്. ആ വീഡിയോസ് ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ അതുവരത്തേക്കും ബൈ.